ആരാണ് കാളമ്പാടി ഉസ്താദ് എന്നറിയോ? ഞാൻ ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് നൂറുൽ ഉലമയുടെ ഒരു ഭാരവാഹി ആയിരുന്നു. കാളമ്പാടി ഉസ്താദിന് അസുഖം വന്ന സമയത്ത് ഉസ്താദ് വീട്ടിൽ ഏതാനും ദിവസം വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ നിന്ന് ഒരു ആലോചനയുണ്ടായി. അതിന് ചില കാരണങ്ങളൊക്കെ അപ്പം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാളമ്പാടി ഉസ്താദിന് ഒരു വാഹനം വാങ്ങുന്ന കാറ് വാങ്ങുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കാറ് വാങ്ങുന്ന കാര്യം പറയാൻ വേണ്ടി ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയി. ഒരു മഗ്‌രിബിന് ശേഷമാണ് അവിടെ എത്തിയത്. ഉസ്താദ് തൻ്റെ മകൻ്റെ വീട്ടിൽ വിശ്രമിക്കുക. ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വാഹനമൊന്നും പോകാനുള്ള വഴിയില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഉസ്താദിലേക്ക് ഈ വിഷയം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പെട്ടെന്ന് തന്നെ ഞങ്ങളോട് ഫസ്റ്റ് പറഞ്ഞ വാക്ക്, നിങ്ങൾ കുട്ടികളെ കിതാബിനെ പറ്റി ആലോചിച്ചാൽ മതി, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കണ്ട. എന്നിട്ട് അവിടുന്ന് ഉസ്താദ് പിന്നെ എന്ത് ചെയ്തു? സമസ്തയിൽ കഴിഞ്ഞു പോയ കൊട്ടുമല മുസ്ലിയാർ, അതുപോലെ തന്നെ ശംസുലുലമ, ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ട്, അതുപോലെ തന്നെ നിലവിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ചുരുക്കത്തിൽ എനിക്ക് അങ്ങനെ ഒരു വാഹനം ഇപ്പോൾ ആവശ്യമാണെന്ന് തോന്നുന്നില്ല, എനിക്കത് വേണ്ട, എനിക്കത് കൊണ്ടുനടക്കാൻ കഴിയില്ല എന്ന രൂപത്തിൽ അതിനെ എല്ലാ നിലക്കും തൻ്റെ അരുമ ശിഷ്യന്മാർ വിചാരിച്ചാൽ അത് വാങ്ങാനും തയ്യാറാക്കാനും ഒക്കെ സാധ്യമാകുന്ന 100% ഹലാലായ വിധത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് പോലും ഉസ്താദ് അതിൻ്റെ ഒരു ആ ഒരു സുഖകരമായ ഒരു ജീവിതത്തിലേക്ക് മാറാൻ ഉസ്താദിൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. അത്രമാത്രം ആഖിറത്തിൻ്റെ വിഷയത്തിൽ ഉസ്താദ് മാനസികമായി മുഴുകി ജീവിക്കുന്ന ഒരാളാണ്. ഒരു ഉഖ്റവിയായ ആലിമിനെ സംബന്ധിച്ച് ഭൗതികമായ സുഖസൗകര്യങ്ങളെ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുമാറാനാണ് അവർ മാനസികമായിട്ട് പെട്ടെന്ന് തയ്യാറായത്. അതുപോലെ തന്നെ അങ്ങനെ വിശ്രമം കഴിഞ്ഞ് ഉസ്താദ് കോളേജിൽ വന്നു. ആ സമയത്ത് തന്നെയാണ് വന്നപ്പോൾ ഞങ്ങൾ അടുത്തൊരു ചിന്ത, ഉസ്താദ് ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകാനൊക്കെ വരാന്തയിലേക്ക്, റൂമിൽ നിന്ന് വരാന്തയിലേക്ക് നടന്നു വന്ന് ഒരു കിണ്ടിയിൽ അവിടെ വെള്ളം വെച്ചിട്ടുണ്ടാവും. ആ വെള്ളം കൊണ്ട് ആ വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ഇങ്ങനെ ചരിച്ച് കൈ കഴുകി അതൊരു ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും അതുകൊണ്ട് തന്നെ കൈ കഴുകിയിട്ട് അങ്ങനെയാണ് ഉസ്താദ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ തലകറക്കം വരിക എന്നതൊക്കെയാണ് അപ്പോഴത്തെ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പം ഉസ്താദിന് അതിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഒരു വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉസ്താദിന് എന്ത് വേണ്ട, ഇങ്ങനെ പുറത്തേക്ക് നടന്നു വന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി ആ ഒരു കാര്യം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാധാരണ വീടുകളിലുള്ള പോലെ തന്നെ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് പോയി. ഞാൻ ഉസ്താദിനോട് ആ വിഷയം പറഞ്ഞപ്പോൾ വളരെ പേടിച്ചിട്ടങ്ങനെ ഉള്ളിൽ കയറിയതും അവിടെ ചെന്ന് ഉസ്താദിനെ സമീപിച്ചതൊക്കെ. എന്നാലും ആ ഒരു അത്രയ്ക്ക് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ആ കാര്യം എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഉസ്താദോട് പറഞ്ഞു സംഗതി. പക്ഷേ ഉസ്താദ് ആ സമയത്ത് പറഞ്ഞു, നിങ്ങളടുത്ത് ഒരുപാട് 100 ഉലമയിൽ ഒരുപാട് പൈസ കാശിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അത് നിങ്ങൾ പാവപ്പെട്ട മുത്തലിമീങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക, അത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾ ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ഉസ്താദ് ഞങ്ങളെ അവിടുന്ന് നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയച്ചു. ഈ വിഷയം ഞങ്ങൾ കോളേജിലെ മറ്റു ഉസ്താദുമാരെ അറിയിച്ചു. ആ ഉസ്താദുമാർ അവിടെ ചെന്നിട്ട് പറഞ്ഞപ്പോൾ ഈ വിഷയം ആവശ്യപ്പെട്ടപ്പോൾ ഉസ്താദ് പറഞ്ഞ വിവരം പിന്നെ എങ്ങനെയാണ് അറിഞ്ഞത്? ഇതൊക്കെ അപ്പോൾ തന്നെയാണ്, ആ സമയത്ത് തന്നെ ഉസ്താദ് പറഞ്ഞത്രേ, എന്നേക്കാൾ വലിയ മഹാരഥന്മാർ ഇവിടെ ജീവിച്ചു പോയതാണ്. അപ്പം അവരൊന്നും അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കാത്ത പുതിയ സൗകര്യങ്ങൾ ഇനി എനിക്കിവിടെ വേണ്ട, എനിക്ക് ഈ രൂപത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ഞാൻ എൻ്റെ കുടിക്ക് പോയിക്കൊണ്ട് എന്ന് ഉസ്താദ് ആ ഒരു നാടൻ ശൈലിയിൽ സംസാരിച്ചു. എന്നിട്ട് അതിനെ മുഴുവനായിട്ടും ഉസ്താദ് ബ്ലോക്ക് ചെയ്തു എന്നതാണ്, തടഞ്ഞു വെച്ചു. അപ്പോൾ ഉഖ്റവിയായ ആലിമീങ്ങളുടെ മനസ്സ് മുഴുവനും ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യവുമായിട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങൾ അനുവദനീയമാണെങ്കിലും ഹലാലാണെങ്കിലും അതിൽ നിന്നൊക്കെ പരമാവധി അവരിങ്ങനെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കും. അതൊരു ലക്ഷണമാണ്, ഒരു അടയാളമാണ്, ഒരു ഉഖ്റവിയായ ഒരു ആലിമിൻ്റെ ഒരു അടയാളമാണ്. അത്തരം സ്വഭാവങ്ങൾ വെളിവാകുന്നത് ആദ്യമേ ഈമാൻ കൊണ്ടും ഉഖ്റവിയായ ചിന്ത കൊണ്ടും ഒരു മനുഷ്യൻ്റെ മനസ്സ് നിറഞ്ഞു വരുമ്പോഴാണ്. അങ്ങനെ ഉഖ്റവിയായ ഇൽമ് കൊണ്ട് മനസ്സ് വളരെയധികം പാകപ്പെട്ട എല്ലാ ഭൗതിക സുഖസൗകര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു ക്ഷമയും അതിനുള്ള വിശാലമായൊരു മനസ്സും
മഹാന്മാർ സ്വാംശീകരിച്ചതുപോലെ നേടിയെടുത്ത് ഒരു മാതൃക തുല്യരായ ജീവിതം നയിച്ച് കടന്നുപോയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വളരെ പ്രധാനപ്പെട്ട അധ്യക്ഷന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു.